നാളെ എന്തുവാ? ആരുടെ ബർത്ത്ഡേയാ? എന്തിനാ വന്ന ഇവിടെ? ഇഷ്ടപ്പെട്ട ഡ്രസ്സ്? ഏത് ഡ്രസ്സാണ് എടുത്തത്? അപ്പോൾ ഞങ്ങൾ ഈ ഡ്രസ്സാണ് സെലക്ട് ചെയ്തത്. അവൾക്കത് ഇഷ്ടപ്പെട്ടു, അതെടുത്തു. പിന്നെ നമ്മൾ ട്രയൽ റൂമിൽ കയറി ചെന്ന് നമുക്ക് ആദ്യമായിട്ട് ഡ്രസ്സ് കിട്ടുമ്പം നമ്മളൊക്കെ പണ്ട് ഓരോന്ന് കാണിക്കില്ലേ, അതേപോലെയാണ് അവൾ നിന്ന് അവിടെ കാണിച്ചത്. അത് കണ്ടപ്പം എനിക്ക് നമ്മൾ ചെയ്യുന്നത് പോലെ തോന്നി. പിന്നെ അവിടെ പിന്നെ നമ്മുടെ ഡ്രസ്സൊക്കെ അവരുടെ പപ്പയൊക്കെ കൊണ്ട് കാണിച്ച് ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മളത് ട്രയൽ റൂമിൽ കയറി മാറാൻ പോവാൻ കയറിയപ്പോൾ അവിടെ ആളുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞിട്ട് തലയിൽ കൂടെ ഒന്ന് ഇട്, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇടാൻ ഇഷ്ടമില്ല. അങ്ങനെ ഓപ്പൺ ആയി കഴിഞ്ഞ് അകത്ത് കയറിയപ്പം അവൾ തലയിൽ കൂടെ തുണിയൊക്കെയിട്ട് കുറച്ച് നേരവും കൂടെ ആ കണ്ണാടിയുടെ മുന്നിൽ കിടന്ന പ്രഹസനങ്ങളും ഷോ ഓഫൊക്കെ കാണിച്ചു. കുറേ നേരം അവളെ ഉടുപ്പിട്ടുകൊണ്ട് അതിൻ്റെ അകത്ത് നിന്ന് ഡാൻസ് കളിക്കുകയും കുറേ നേരം ആ ഉടുപ്പിട്ട് അതിൻ്റെ ഭംഗിയൊക്കെ നോക്കി ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ കളിച്ച് ചിരിച്ച് നിന്ന്. ഞാൻ പറഞ്ഞു പോകണം, വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരി പിന്നെ ഇറങ്ങിയത്. അതിൻ്റെ അകത്ത് നമുക്ക് കൈ വെക്കാമല്ലോ, വേണമെങ്കിൽ വെക്കാം. ചൂടെടുക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇഷ്ടമല്ല. ഇപ്പം കൂടുതലും ജീൻസും ടോപ്പും അല്ലേ, ചൂടായതുകൊണ്ട് അതാണ് എടുക്കുന്നത്. പിന്നെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഇങ്ങനത്തെ ഡ്രസ്സ് എടുത്തതാണ്. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് വീട്ടിൽ ഇടാൻ കുറച്ച് ഡ്രസ്സും പിന്നെ മൂത്ത ആൾക്ക് സ്പോർട്സിന് ഇടാൻ കുറച്ച് ഡ്രസ്സൊക്കെ നോക്കി. പക്ഷേ ഭയങ്കര കളക്ഷൻ തീരെ കുറവായിരുന്നു. ഇനിയിപ്പോൾ ഓണമൊക്കെ ആകുമ്പം കളക്ഷൻ വരത്തേ ഉള്ളെന്നാണ് അവർ പറഞ്ഞത്. കാരണം അല്ലാതെ അവിടെ നല്ല കളക്ഷൻ ഉള്ളതാണ്. പിന്നെ എനിക്ക് ഈ ഒരു ഫ്രോക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഫ്രോക്കിനൊക്കെ നല്ല കളക്ഷനുണ്ട്. ഞങ്ങൾ പോയത് NK സിൽക്സിലാണ് പുനലൂരിൽ. അവിടുത്തെ കസ്റ്റമർ സർവീസും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല കസ്റ്റമർ സർവീസാണ്. ശരിക്കും ഫ്രോക്കുകളും എനിക്കെല്ലാം എടുക്കണമെന്നുണ്ടായിരുന്നു. എന്ത് ചെയ്യാനാണ്, നമ്മുടെ കുഞ്ഞു പെൺപിള്ളേർക്കെല്ലാം ഇഷ്ടം. ഭയങ്കര ഒരുക്കി നടത്താൻ നമുക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അവർക്ക് നമുക്ക് ഈ ഡ്രസ്സിൻ്റെ ഇത് വാങ്ങണമല്ലോ, ഓർണമെൻറ്റ്സ്. ഞങ്ങൾ നേരെ അവിടെ തന്നെ എങ്കിൽ ആ ഷോപ്പിൽ തന്നെ കയറി അവിടുത്തെ മാല നോക്കി. പിന്നെ അവിടുത്തെ അവളുടെ ഡ്രസ്സിൻ്റെ കളറൊരു മാല എടുത്തു. അവളെല്ലാ മാലയിലും പോയി പിടിക്കുന്നുണ്ട്. ഇപ്പുറത്ത് മൂത്ത ആൾ നെയിൽസിൻ്റെ കാര്യങ്ങൾ കണ്ട് അതിൻ്റെ പിറകെ പോന്നു. പിന്നെ വളയെടുക്കാൻ പോയി. പിന്നെ എൻ്റെ കണ്ണ് നേരെ ചെന്നത് കമ്മലിലോട്ടാണ്, ജിമ്മുക്കാസിലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ജിമ്മുക്ക. എനിക്ക് ഫേവറേറ്റാണ്. ഇറ്റലിയിൽ ഞാൻ വാങ്ങിച്ച് വെക്കും. അങ്ങനെ അതൊക്കെ ഒന്ന് പോയി നോക്കി. നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ വള എല്ലാം എടുത്തു, ഇറങ്ങി. അങ്ങനെ ബർത്ത്ഡേ ബർത്ത്ഡേ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു. അവിടുത്തെ ഓണം കളക്ഷനൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ബൈ.